അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ റിയാസ് മന്നാനി കടയ്ക്കലാണ്. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അല്ലാഹു തആല നമ്മുടെ സംഗമങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഇബാദത്തുകളെയും സ്വീകരിക്കുമാറാകട്ടെ. മനസ്സിന് സമാധാനവും സന്തോഷവും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, 1978 ജർമ്മനിയിലുള്ള ഡോക്ടർ വിൽസം ഷൂട്ടറും അദ്ദേഹത്തിൻ്റെ അനുയായികളും കൂടി ഹനോവർ സർവകലാശാലയിൽ ഒരു പഠനം നടത്തി, ഒരു കണ്ടുപിടുത്തം നടത്താൻ തീരുമാനിച്ചു. വിഷയം ഇതാണ്: യൂറോപ്പിൽ അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റണ്ണിങ് എന്ന് പറയുമ്പോൾ മൃഗങ്ങളെ അറുക്കുന്നതിന് മുമ്പ് അതിനെ ബോധം കെടുത്തുന്ന ഒരു പ്രക്രിയ. ബോധം കെടുത്തിയിട്ട് അറുത്തു കഴിഞ്ഞാൽ അതിന് വേദന അറിയില്ല എന്ന് ധരിച്ചുകൊണ്ട് അവർ ബോധം കെടുത്തിയതിന് ശേഷമാണ് അതിനെ അറുത്തിരുന്നത്. യൂറോപ്പിൽ അന്ന് നടന്നിരുന്ന ഒരു സമ്പ്രദായമാണ് സ്റ്റണ്ണിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും മുസ്ലിമീങ്ങൾ നേരിട്ട് അറുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു പഠനമാണ്. അതായത് നമ്മൾ ബോധം കെടുത്താതെ നേരിട്ട് അറുക്കുന്നു, അവർ ബോധം കെടുത്തി അറുക്കുന്നു. അപ്പോൾ ഇത് തമ്മിലെന്താ വ്യത്യാസം എന്നറിയാൻ വേണ്ടിയുള്ള ഒരു പഠനമായിരുന്നു അത്. ബഹുമാനികൾ, അതിനു വേണ്ടി അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവർ ഒരുക്കി. EEG എന്ന് പറയുന്ന വേദന അറിയാൻ പറ്റുന്ന ഗ്രാഫ് അവർ നിർമ്മിക്കുകയും അത് ഘടിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഒരു മൃഗത്തിനെ അറുത്തു. അപ്പോൾ അവർക്ക് അതിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മൂർച്ചയുള്ള ഒരു വസ്തു കൊണ്ട് അതിവേഗമുള്ള പ്രവർത്തനത്തിലൂടെ മൃഗത്തിൻ്റെ കഴുത്ത് അറുത്ത് കഴിഞ്ഞാൽ അതിന് വേദന അറിയില്ല എന്ന് അവർ കണ്ടുപിടിക്കുകയുണ്ടായി. ഇത് ലോകത്തിൽ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കണ്ടുപിടുത്തമായിരുന്നു അത്. നമ്മളെ പ്രവാചകൻ അതിനു മുമ്പേ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മൂർച്ചയുള്ള കത്തി കൊണ്ട് അറുക്കണമെന്നുള്ളത്. അറുത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അറുക്കേണ്ടത്? അറുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കത്തി എടുക്കാൻ പാടില്ല. കത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മാംസം ഭക്ഷിക്കൽ പാടില്ലാത്തതാണ്. അപ്പം ഒറ്റ അറുപ്പിൽ തന്നെ മൂർച്ചയുള്ള കത്തി കൊണ്ട് വേണം മൃഗത്തിനെ അറുക്കേണ്ടത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ നമ്മൾ അറുക്കുമ്പോൾ പോലും അതിനോട് കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, ഈ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചില്ലെങ്കിലും നമുക്കറിയാം, പ്രവാചകൻ പഠിപ്പിച്ച ആ പാഠം നമ്മൾ പിന്തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് പെരുന്നാളിനോട് അനുബന്ധിച്ച ഈ വേളയിൽ ബലി നൽകുമ്പോൾ, നമ്മൾ ബലി അറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ കത്തി, നമ്മൾ അറുക്കാൻ ഉപയോഗിക്കുന്ന ആയുധം മൂർച്ചയുള്ളതാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. മാത്രവുമല്ല, അറുക്കാൻ അറിയുന്ന ഒരാളിനെ കൊണ്ട് വേണം നമ്മൾ അറുക്കേണ്ടത്. നമ്മൾ അറുക്കലാണ് നല്ലത്. നമുക്ക് അറിഞ്ഞൂടായെങ്കിൽ നമ്മൾ ആ സദസ്സിലുണ്ടായിരിക്കണം. അറുക്കാൻ അറിയുന്ന, അതുപോലെ അറുത്തിട്ട് കത്തിയെടുക്കുന്ന സമ്പ്രദായം പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നുണ്ട്. കത്തിയെടുത്തു കഴിഞ്ഞാൽ ഫിഖ്ഹിൻ്റെ നിയമങ്ങളിലൊക്കെ വളരെ വിശദമായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ അറുക്കുമ്പോൾ ഒരു പ്രാവശ്യം അറുത്ത് കത്തിയെടുത്ത് വീണ്ടും അതിനെ കുത്തി വീണ്ടും അറുത്ത് അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ മാംസം ഭക്ഷിക്കാൻ പാടില്ലാത്തതാണ്. അത് തെറ്റായ ഒരു സമ്പ്രദായമാണ്. നമ്മൾ അറുക്കുമ്പോൾ ഒറ്റ അറുപ്പിന് അറുക്കണം. ആ അറുപ്പിൽ അതിൻ്റെ ഫുള്ള് ഞരമ്പുകളെല്ലാം അറ്റ് പോകണം. അപ്പോൾ അവരാ കണ്ടുപിടിച്ചത് അങ്ങനെയാണ്. ഒറ്റ അറുപ്പിൽ വേഗതയേറിയ പ്രവർത്തനം കൊണ്ട് വേഗം അറുത്ത് കഴിഞ്ഞാൽ തലച്ചോറിലോട്ടുള്ള രക്തഓട്ടം നിലയ്ക്കുകയും അപ്പോൾ മൃഗത്തിൻ്റെ ബോധം പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ വേദന അറിയത്തില്ല. പിന്നെ ഈ കാലുകളുടെ പിടച്ചിൽ, അത് ഈ രക്തം പുറത്തേക്ക് വരാനുള്ള ഒരിതാണ്. അപ്പം നമ്മൾ ചെയ്യാനുള്ളത്, നമ്മുടെ അറുക്കുന്ന മൃഗങ്ങളെ പരമാവധി വേഗത്തിൽ അറുക്കുക. അറുക്കാൻ അറിയുന്ന, എവിടെ വെച്ചാണ് അറുക്കേണ്ടതെന്നൊക്കെ അറിയാൻ അതിനെക്കുറിച്ച് നല്ല പ്രാവീണ്യമുള്ള ആളിനെ കൊണ്ട് അർപ്പിക്കുക. അതുപോലെ തന്നെ അറുക്കുന്നതിന് മുമ്പ് വെള്ളം കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു കാല് നമ്മൾ കെട്ടാൻ പാടില്ല. കെട്ടിക്കഴിഞ്ഞാൽ അത് അവുത്തിട്ട് കൊടുക്കണം. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അടങ്ങിയ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ കാണുക. അതുപോലെ തന്നെ എല്ലാവരെയും ഉദയം അറുത്തു കഴിഞ്ഞാൽ അർഹരിലേക്ക് അതിൻ്റെ മാംസം എത്തിക്കുവാൻ ശ്രമിക്കണം. പാവപ്പെട്ടവരിലേക്ക് അതിനെ എത്തിക്കുവാൻ ശ്രമിക്കുക.
അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾക്കും കുടുംബക്കാർക്കും 3 വിഭാഗമായി തിരിക്കാമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും പ്രവർത്തനങ്ങളെയും ഉളുഹിയകളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.